വെൽക്കം ടു ഫോർ വ്ളോഗ്സ്. ഇന്ന് ഫോർ വ്ളോഗ്സിൽ ഞാൻ ആദ്യം മാത്രമേ ഉള്ളൂ. അതെ, അന്ന് ഞങ്ങൾ അഞ്ജലി ഷൂട്ടാണ്, ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് ഷൂട്ടിന് പോയി. അപ്പോൾ ഞാനും ഇന്നത്തെ ഡ്യൂട്ടി ഞാനും ആദ്യം കൂടെ. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ കിടന്ന് ബോറടിച്ച് ലുലുവിൽ പോയി കറങ്ങി. അപ്പോൾ ആശാദി എന്നെ കൊണ്ട് ഒരുപാട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ എൻ്റെ മറ്റേ അൺബോക്സിങ് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അതിന് മുമ്പ് ആൾ പറയണേക്കല്ലേ, അൺബോക്സിങ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഡോക്ടർ സെറ്റ് വാങ്ങിച്ചതാണ്. അതാ എനിക്ക് പൊളിച്ചടിക്കുക. എൻ്റെ സെറ്റിൻ്റെ കവർ ഇപ്പോൾ പൊളിച്ചേ ഉള്ളൂ. ഇതാണ്ടോ, യെസ്, പൊളിച്ച്. അത് കാണിക്കുന്ന ക്ഷമ കാണിച്ചില്ല. അത് കാണിച്ചു കൊടുക്ക് എന്തൊക്കെ വാങ്ങിച്ചതെന്ന്. വേറെന്താ മേടിച്ചേ കാണിച്ചു കൊടുക്ക്. ഡോക്ടർ സെറ്റിൽ കാണിച്ചു, എല്ലായിടത്തും കാണിച്ചു കൊടുക്ക്. യെസ്, എല്ലാം കാണിച്ചു കൊടുക്കുക. ഇതാ കാണുന്നു, സ്പീഡിൽ കാണിച്ചു. കണ്ടോ, ഇതാ എൻ്റെ പല്ല് നോക്കുന്ന സാധനം. അതുകൊണ്ട് ലൈറ്റൊക്കെ ഉണ്ട്, ഭയങ്കര. ലൈറ്റ് കത്തി എല്ലാവരും. പിന്നെ ഏതാ എന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുക്കായിരുന്നു കേട്ടോ. ഇത്രയും എന്നെ പിടിച്ചു നിർത്തി എന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ, ഫോൺ എടുക്കാൻ സമ്മതിച്ചില്ല. ഫുൾ ഇഞ്ചക്ഷൻ ആയിരുന്നു എന്നെ. ഇതെന്താ എന്താ തന്നെ കണ്ടോ, എൻ്റെ കണ്ണ് നോക്കുന്ന സാധനമാണോ അത്? പക്ഷേ കണ്ണ് കാണിച്ചത് കണ്ടോ, എൻ്റെ കണ്ണ് നോക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾക്കല്ല, എനിക്കൊരു പറ്റി. അതിന് ചുണ്ടിൻ്റെ അവിടെ ഒരു ലെയർ വന്നിട്ട് ഞാനത് കട്ട് ചെയ്യാൻ പോയപ്പോൾ ചുണ്ട് മുറിഞ്ഞ് ബ്ലഡൊക്കെ വന്നു. രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നു. അപ്പോൾ അന്ന് മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുക, കത്തിരിക്ക വേണം, സിസേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. എവിടെ അച്ഛൻ കാണിച്ചു, ഇവിടെ ഒന്ന് കാണിക്കും കാണണ്ടതാ, അത് കാണിക്കും. അതാണ് അതിന് ചുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ കത്തിരിക്ക വേണമെന്ന് പറയാം, എൻ്റെ ചുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി. അല്ലേ അതിന് അച്ഛൻ ചുണ്ട് കട്ട് ചെയ്യണോ? കാണിച്ചെടുക്ക്. കാരണം അങ്ങനെ അച്ഛൻ കട്ട് ചെയ്തു. അങ്ങനെ ഒരു അബദ്ധം പറ്റി എനിക്ക്. അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. അതിനുശേഷം കത്തിരി ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇത് പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മളിന്ന് മേടിച്ചു അല്ലേ. അതിന് ഷൂസ് മേടിച്ചു, അതിൻ്റെ ചെരുപ്പ് കൊണ്ടുവരാൻ വേണ്ടി വിട്ടുപോയി. ഞങ്ങൾ ഇപ്രാവശ്യം തൊപ്പി മേടിച്ചില്ല. ക്യാപ്പ് മേടിക്കണമെന്ന് പറഞ്ഞു, ക്യാപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ക്യാപ്പ് അവളുടെ സൈസിനുള്ള കിട്ടിയില്ല. പിന്നെ അവിടെ ഉള്ള ഒരെണ്ണം എടുത്ത് അവളങ്ങനെ തല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ നിന്നു. പിന്നെ ആശാത്തിയുടെ ഇന്നലെ ഒരു ക്രൂഷ്യൽ ഇതായിരുന്നു. വന്ദേ ഭാരതിൽ വന്നത് ഞങ്ങൾ. വന്ദേ ഭാരതിൽ വന്നപ്പോൾ ട്രെയിൻ കിട്ടും. ഇന്നലെ എറണാകുളത്ത് ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ട്രാഫിക്. അപ്പോൾ ഞങ്ങൾക്ക് 7:20 ട്രെയിന്. ഞങ്ങൾ ഓടിപ്പതിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ 7:30. ഞാൻ ട്രെയിൻ പോയി എന്ന് വിചാരിച്ചു. നോക്കിയപ്പോഴാണെങ്കിൽ ഞങ്ങളെ ഭാഗ്യം കൊണ്ട് ട്രെയിനല്ലേ ഇട്ടുന്നല്ലേ. അങ്ങനെ ട്രെയിൻ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അതിൽ വന്നത് കൊണ്ട് കാർ എടുത്തില്ല, ട്രെയിനിൽ വന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയാൻ പറ്റില്ല. ഇവിടെ കുറേ സാധനങ്ങൾ വാങ്ങുന്ന പ്ലാനായിരുന്നു. അങ്ങനെ ആ മാരത്തോൺ ഓട്ടത്തിൻ്റെ ഇടയിൽ ആദ്യം ചെരുപ്പ് മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ പോയി ഒരു ചെരുപ്പൊക്കെ മേടിച്ച്, ചെരുപ്പ് പക്ഷേ അത് ഇട്ടു അവള്. എന്നാലും നമുക്ക് കാണിച്ചില്ല. അത് ആ ചെരുപ്പിൻ്റെ ബോക്സാണ്. അത് വാങ്ങിച്ച ചെരുപ്പിൻ്റെ ബോക്സാണ്. അതിനുള്ള ചെരുപ്പ് എടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താ. ആശാത്തി ഇതാണ്ടോ, ഫോൺ എടുത്ത് ഓർഡർ ചെയ്യാം. മീമി വേണമെന്ന്. അതെ, പറഞ്ഞോ, ഭക്ഷണം പറഞ്ഞോ. അതു എന്താ പറഞ്ഞേ? എന്താ കൊണ്ടുവരാ അവര്? എന്താ കൊണ്ടുവരാ? ചോറാണ് കൊണ്ടുവരണേ. ചോറും പിന്നെന്താ? മീമിയോ? ചോറും മീമിയാണ്. ഇപ്പോൾ അശ്വതിക്ക് ചോറും മീമി ഭയങ്കര ഫേവറേറ്റ് ആയിപ്പോയി. എങ്ങനെ മീൻ എൻ്റെ അമ്മയെ പോലെ മീനില്ലാതെ കഴിക്കില്ല എന്ന അവസ്ഥ. അപ്പോൾ ഞാനും അങ്ങനെയാണ് കേട്ടോ. മീൻ ഭയങ്കര ഒരു ഹരമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ ആപ്പിൾ മേടിച്ചു. പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അവൾ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. ഒക്കെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള കാര്യം അറിയില്ല. എല്ലാം കഴിക്കുന്ന സാധനങ്ങളാട്ടോ. ഇതേപോലെ മീൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അവിടുന്ന് വലിയ മീനിൻ്റെ ഇതൊക്കെ മേടിപ്പിച്ച് കൊണ്ടുവന്നു. പക്ഷെ അത് കഴിക്കുമെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു 5 മിനിറ്റുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന പോലെ പരിപാടി. ഞാനിവിടെ താമസിക്കുന്നത് ഇവിടെ നമ്മൾ കിഴക്കോട്ട് അടുത്ത ഷൂട്ട് പോകണം. അപ്പോൾ ഇവിടെ ഗോകുലം ഗ്രാൻഡിലാണ് താമസിക്കണേ. നല്ല റൂമാണ്, നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ എന്നെയും കൊണ്ട് വെയിലത്ത് 11:30 മുതൽ 12 വരെ സ്വിമ്മിംഗ് പൂളിലിട്ട് കളിച്ച് ഞാൻ ആകെ കറുത്തു പോയി. സ്വിമ്മിംഗ് പൂളിലായിരുന്നു. അതൊന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയോ? ഇതാണ് സ്വിമ്മിംഗ് പൂളിൽ. എന്നെ അവിടെ നിന്ന് ആ സാധനമൊക്കെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് അവിടെ ഇരിക്കുന്നുണ്ടോ സ്വിമ്മിംഗ് പൂളിൽ? മറ്റേ എന്താ പറയുക, ട്യൂബ് അതവിടെ ഇരിപ്പുണ്ട്. തത്ത മേടിച്ചതല്ലേ? അതച്ഛൻ മറന്നുപോയി. അത് തത്ത കാണിച്ചു കൊടുക്കണ്ടേ? ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവളുടെ കൈ അവിടെ തട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നെസ്റ്റോളജി ഉണർത്തിയ ഒരു തത്തമ്മ ഞങ്ങളവിടെ കണ്ടു. അത് കണ്ടപ്പോൾ അവൾക്കത് വേണമെന്ന് പറഞ്ഞു. ഇതാണ് ആ തത്തമ്മ. ഈ തത്ത പണ്ട് ഞാൻ ചെറുതായപ്പോൾ എനിക്ക് മേടിച്ചെന്ന ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. ഈ തത്ത ഇപ്പോൾ
ആദുവിൻ്റെ കയ്യിലുണ്ട്. അവളിപ്പോൾ ഓർമ്മിച്ചാ തത്തമ്മ. അതാണ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ട്. കൊള്ളാല്ലേ അതും? ആ അതും ഇന്നലെ കരച്ചിലടക്കിയത്. വാവ് തത്ത. ഈ തത്ത എന്താ ചെയ്ത അച്ഛൻ്റെ ചെവിയില്? അച്ഛൻ്റെ ചെവി കടിച്ചല്ലേ? അച്ഛൻ്റെ കമ്മലിനെ കടിച്ചോണ്ട് പോയല്ലേ? ആ അതെ. എൻ്റെ ചേച്ചി അച്ഛൻ്റെ തോളത്തിരുന്നു അല്ലേ? എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഇതേപോലെ ഒരു എൻ്റെ പേര് ചിക്കു എന്നാണ്. എൻ്റെ ബ്രീഡ് ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഇങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ചെവിയിൽ എൻ്റെ തോളത്ത് വന്ന് എൻ്റെ ചെവി വന്ന് എൻ്റെ കാതിലൊക്കെ കടിച്ചു. അപ്പോൾ അതിപ്പോഴും ആദു ഓർത്ത് പറയും. അതാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ തോളത്തിരുന്നു, അതാണ് അവൾ പറയുന്നത്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുട്ടി വിശേഷം. കുറേ വ്ളോഗ് ഇടാറുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഇല്ല. ആവണി എറണാകുളത്തും അഞ്ജലി ഷൂട്ടിലുമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഇതൊക്കെ ലുലു പോയി കാണിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താ വെച്ചാൽ ഭയങ്കര ക്രൗഡും പിന്നെ ഇവിടെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു പ്രശ്നം. ഇവിടെയാണെങ്കിൽ ഭയങ്കര ഓടുക വെച്ചാൽ ഓടിയിട്ട് ഇപ്പോൾ ആവണിയും ഇവളും കൂടെ കളിച്ചിട്ട് ഈ ഹൈഡൻസി കളിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ പോയി ഒളിച്ചിട്ട് മിണ്ടാതെ പോയിരിക്കും. എങ്ങനെ ആരും ഒളിച്ചിരിക്കാൻ പറഞ്ഞത് കാണിച്ചു? എങ്ങനെ കാണിക്കുക? കണ്ടോ ഈ ഒരു സാധനത്തിലാണ് ഇങ്ങനെ പോയി മിണ്ടാതെ പോയി ഒളിച്ചിരിക്കും അവള്. എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അവളെ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. ഒരിക്കൽ കാണാനില്ലായിരുന്നു. അയ്യോ അങ്ങനെ ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഒരിക്കൽ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ദിലീപേട്ടനുണ്ടായിരുന്നു. പുള്ളിയും ഇതേ പറഞ്ഞു. അവളെ നോക്കി ഞങ്ങൾ സംസാരിക്കുന്നത് അവളെ ഒളിച്ചു പോയി. ഇതേപോലെ ദിലീപേട്ടനും പറഞ്ഞു അയ്യോ കൊച്ചിനെ നോക്ക് കേട്ടോ, കൊച്ചിനെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞ് പുള്ളിയും 2 വയസ്സൊക്കെ തന്നു. അപ്പോൾ പുള്ളിക്കാരി വിശക്കുന്നുണ്ട്. ഭക്ഷണം അതെടുക്കരുത് അത് ബാഡ്. ബിസ്ക്കറ്റും ഉണ്ട്. ഇപ്പോൾ ചോറ് വരും. അതിനിപ്പോൾ ചോറും ചോറ് വരും. സോ ഗൈസ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ചു. അതിന് ഭക്ഷണം കൊടുത്തു, അതിന് മീൻ കടുത്തു. അത് താണ്ട് അവളുടെ പുതിയ ചെരുപ്പൊക്കെ ഇട്ട് കളിച്ചോണ്ടിരിക്കുക. അത് ഹായ് നോക്ക് താതാ കണ്ടോ. അപ്പോൾ എല്ലാം അവളുടെ കളിയും ബഹളമാണ്. അവളെ റൂം മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഇട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ അഞ്ജലി വരുമെന്ന്, അഞ്ജലി അവിടെ ഷൂട്ട് എന്തോ കഴിഞ്ഞ് പറഞ്ഞ് വിളിച്ചു. ഇപ്പോൾ എത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്താൻ ടൈമായി തോന്നും. സോ അത് വെയിറ്റ് ചെയ്യാം. അതെന്താ ചെയ്യണേ? വാട്ട് എ ടൈമിങ്. കറക്റ്റ് അവൾ വന്നു തോന്നുന്നു. നോക്കട്ടെ. ഹലോ അത് ആയില്ല, ബൈ ആയില്ല. നോക്കാൻ പോവാം. തുറക്കാം. മാറി അച്ചോറ. ഹായ്. ചുമ്മാ ഒരു വ്ളോഗ്. ഷൂട്ട് കഴിഞ്ഞ് വന്നേക്കുന്നു. അടിപൊളിയായിരുന്നു. ബിരിയാണി തിന്നുന്ന സീനായിരുന്നോണ്ട് നല്ല അടിപൊളി ബിരിയാണി ഞങ്ങൾ എല്ലാരും കൂടെ കഴിച്ചു. ഹലോ. ഹലോ. തളർന്നൊടിഞ്ഞു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ചോദിക്കും കൂലിപ്പണിക്ക് പോയതാണോ? അല്ല, ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് നടന്നു. രാത്രി 11 മണിയായി. 2 മണി വരെ ഷൂട്ടുണ്ട്. പക്ഷെ എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഗോകുലം ക്രാച്ച്. എൻ്റെ ഇന്നിപ്പോൾ ഫോണ് പോയേനെ 7ാം നിലയിൽ. ചിയാസ് പറയണ കേട്ടതൊന്നും ആളുകൾ കള്ളുപിടിക്കുകയാണ്. ഇത് വെറും വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് ചുമ്മാ അഭിനയിക്കുകയാണ് ഗൈസ്. അത് കണ്ടാ നമ്മുടെ ടിഫിൻ ബോക്സ് ഇടിയിരിപ്പുണ്ട്. ലഞ്ച് സോറി ഡിന്നർ. സ്ഥിരം ഫുഡ് വരാൻ ലേറ്റ് ആയോ? ശരി. ഫുൾ വേസ്റ്റ് ചെയ്തോ? ഫുഡ് വേസ്റ്റ് ആയോ? ആണോ? ആണോ? ശരി. അകത്ത് വേറെ ഇരിപ്പുണ്ടോ? ശരി. എനിക്കറിയാം. കഞ്ഞി, ചമ്മന്തി, ഉണക്കമീൻ, ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പിന്നെന്താ മറ്റേ ഇതും ഉണ്ടാവുമല്ലോ. ഫ്രൂട്ട്സ് കുറച്ചുണ്ടാവും. ശരി, അടിപൊളി. ഞാനിങ്ങനെ ഹോട്ടലും കൂടെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അതാണ് ലിഫ്റ്റ്. അതെ, ഞാൻ നേരത്തെ ഇങ്ങനെ താഴോട്ട് കാണിച്ചപ്പോഴേ എൻ്റെ ഒന്ന് ഫോണ് പോകുമെന്ന് ഞാൻ പേടിച്ചു പോയി. 7ാമത്തെ നിലയിൽ തീരുമാനമായി അടുത്ത ഫോൺ വാങ്ങിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഞാനില്ലാതെ ഷൂട്ടൊക്കെ? എവിടെ പോയി? ലുലു പോയി. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. ലുലു പോയി. എന്ത് വാങ്ങി? മീമി വാങ്ങിയാ? പിന്നെന്ത് വാങ്ങി?
മാമനെ വാങ്ങി. ഏത് മാമൻ? ലുലുവില് മറ്റേ 3rd ആനിവേഴ്സറി എന്ന് പറയുന്നത് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. പിന്നെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. പിന്നെ ഞങ്ങൾ അവിടെ പോയി ഫുൾ എക്സ്പ്ലോർ ചെയ്ത് അതിന് ചെരുപ്പ് മേടിച്ചു. അത് ഞാൻ പറഞ്ഞു, ചെരുപ്പ് കണ്ടോ? ചെരുപ്പ് കാണിച്ചില്ല, ബോക്സ് കാണിച്ചു. അത് ചെരുപ്പ് എടുത്തിട്ട് വാ. ഓ, അത് ചെരുപ്പ് എടുത്തങ്ങ് വരുന്നുണ്ട് കാണിക്കാൻ. എവിടെ ചെരുപ്പ്? അതുകൊണ്ട് ലൈറ്റ് എവിടെ? ചെരുപ്പിനെക്കാളും ഭയങ്കര വില കേട്ടോ പിള്ളേരുടെ ചെരുപ്പിന്. പിള്ളേരുടെ എല്ലാ സാധനത്തിനും വിലയാണ്. വില കേട്ടോ, രക്ഷയില്ല. അവിടെ അച്ഛൻ കാണിച്ചു. അച്ഛൻ പിടിച്ച ഇത് മെയിനായിട്ട് ഈ ഇത് മേടിക്കുന്ന അവള് ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ദൃഷ്ടി വിട്ട് കാണാം. അത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ഇട്ട് നെക്സ്റ്റ് ഡേ മിസ്സായി. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് അത് ഇട്ട് ഒരു പ്രാവശ്യം കൂടെ അവൾ ഇട്ടു, പിന്നെ മിസ്സായി. പിന്നെ അത് കിട്ടിയിട്ടില്ല. നിനക്ക് ബോളി വന്നിട്ടുണ്ട്. ഓ, മൈ ഫേവറേറ്റ് ബോളി. താങ്ക് യു. മധുരമുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ബോളിന്ന് കേട്ടപ്പോൾ എൻ്റെ മൈൻഡ് ഒന്ന് ഇടറി, എൻ്റെ മനസ്സൊന്ന് ഇടറി. എനിക്ക് ബോളി കഴിക്കാൻ തോന്നുന്നുണ്ട്. അതിനിപ്പോൾ അത് കഴിക്കണം. അത് മനസ്സിലായി. ഞാൻ ഇപ്പോൾ സൈനിങ് ഓഫ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ തിരിച്ചത്. നമുക്ക് പറയാം. 11 മണിയായി. ഞാൻ ബോളി കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഞാനൊന്ന് പറയാം. അതെ, നാളെ രാവിലെ നമ്മൾ തിരിച്ച് വന്ദേ ഭാരതിൽ എറണാകുളത്തേക്ക് പോകും. അപ്പോൾ സൈനിങ് ഓഫ് ഫോർ എ വ്ലോഗ്സ്. താങ്ക് യു സോ മച്ച്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് പ്ലീസ്. അതെ, സബ്സ്ക്രൈബ്. പിന്നെ ചുമ്മാ എന്തൊരു അഭിനയാന്നറിയോ? ചീഞ്ഞ അഭിനയമാണോ? ചുമ്മാ ഇരുന്നിട്ട്. ഓക്കെ, അപ്പൊ അത് ആസ് യൂഷ്വൽ ബൈ പറയൂ. ഭയങ്കര ഉമ്മയായിരിക്കും. ഇതൊന്നും ഓക്കെ, ബൈ. ബൈ.